ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, തിരുസഭാ മാതാവ് ഇന്ന് പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ തിരുനാളായിട്ട് ആഘോഷിക്കുകയാണ്. 1856 ഫെബ്രുവരി മാസം 11-ാം തീയതി ബെർണാദീത്ത എന്ന് പറയുന്ന വെറും 14 വയസ്സ് മാത്രം പ്രായമുള്ള, അക്ഷരജ്ഞാനം പോലും ഇല്ലാത്ത ഒരു ദരിദ്ര കർഷക കുടുംബത്തിലെ ബാലികയ്ക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷ ദർശനം നൽകി അവളെയും ലോകം മുഴുവനെയും അനുഗ്രഹിച്ച് ആശീർവദിച്ചതിൻ്റെ തിരുനാളാണ് ലൂർദ് മാതാവിൻ്റെ തിരുനാൾ. എവിടെയൊക്കെ സഭ പീഡിപ്പിക്കപ്പെടുന്നുവോ, എവിടെയൊക്കെ ക്രിസ്തു അവഹേളിക്കപ്പെടുന്നുവോ അവിടെ അമ്മ ഓടിയെത്തും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ലൂർദ് മാതാവിൻ്റെ ഈ തിരുനാൾ. പരിശുദ്ധ അമ്മ ബെർണാദീത്തയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നതിന് കുറച്ചു മുമ്പ്, ഏകദേശം ഒരു 58 വർഷം മുമ്പാണ് ലൂർദിൽ അല്ലെങ്കിൽ ഫ്രാൻസിൽ ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത്. 1798 ഈ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? രാഷ്ട്രീയപരമായ നേട്ടങ്ങളെക്കാൾ ഉപരി ക്രിസ്ത്യാനികളെയും ക്രിസ്തു മതത്തെയും, എന്തിനേറെ ക്രിസ്തുവിനെ തന്നെ തകർക്കുക, നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഈ വിപ്ലവകാരികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് പുരോഹിതന്മാരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടു, ക്രിസ്ത്യാനികൾ വലിയ രീതിയിൽ പീഡിപ്പിക്കപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെയാണ് നോട്ടർഡാമിലെ ഏറ്റവും പ്രസിദ്ധമായ കത്തീഡ്രൽ ദൈവാലയത്തിൻ്റെ ഏറ്റവും പരിശുദ്ധമായ അൾത്താരയിൽ ക്രിസ്തുവിനെയും ക്രിസ്ത്യാനികളെയും അവഹേളിക്കുന്നതിൻ്റെ അടയാളമായിട്ട് പൂർണ്ണ നഗ്നയായ ഒരു സ്ത്രീയെ അൾത്താരയിൽ കിടത്തി ബ്ലാക്ക് മാസ് അവർ ആചരിച്ചു. അപ്രകാരം സഭയും ക്രിസ്ത്യാനികളും തകർക്കപ്പെടും എന്നുള്ളതായിരുന്നു വിപ്ലവകാരികളുടെ ചിന്തയും ഉദ്ദേശവും. ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് ജനം മറന്നുപോയെങ്കിലും അമ്മ മറക്കില്ല. കാരണം വേദനിക്കപ്പെട്ടത് ക്രിസ്തുവ, അവഹേളിക്കപ്പെട്ടത് ക്രിസ്തുവ. തൻ്റെ മകൻ അവഹേളിക്കപ്പെടുന്നിടത്ത്, അപമാനത്തിൻ്റെ കുരിശെടുക്കുന്നിടത്തൊക്കെ ഓടിയെത്തുന്നവളുടെ പേരാണ് അമ്മ. കാൽവരിയിലേക്കുള്ള യാത്രയിൽ അപമാനത്തിൻ്റെ കുരിശും പേറി തൻ്റെ മകൻ നടന്നപ്പോൾ കൂടെയുണ്ടായിരുന്ന ശിഷ്യന്മാരൊക്കെ ഓടി ഒളിച്ചപ്പോഴും അമ്മ മാതാവ് ദാ കുരിശിൻ്റെ അറ്റം വരെ, കാൽവരി വരെ കൂടെ നടന്നവള മകന് കരുത്ത് നൽകാൻ. ആ അമ്മ വീണ്ടും ലൂർദിൽ പ്രത്യക്ഷപ്പെട്ടത് സഭയെ ബലപ്പെടുത്താനാണ്. തൻ്റെ മകൻ അവഹേളിക്കപ്പെട്ടെടുത്ത് തൻ്റെ സഭയെ ഇങ്ങനെ ചേർത്ത് പിടിക്കാനാണ്. അവർ കരുതിയത് ഇതോടുകൂടെ ക്രിസ്ത്യാനികൾ തീർന്നു പോകുമെന്നാണ്. എന്നാൽ പ്രതിവർഷം 10 ലക്ഷത്തിലേറെ പേരാണ് ലൂർദിലേക്ക് തീർത്ഥാടകരായി തന്നെ ഓരോ വർഷവും വരുന്നത് എന്നുള്ളത് എത്രത്തോളം ഈ അമ്മ തൻ്റെ മകന് വേണ്ടി സ്നേഹിക്കുന്നു, സ്വർഗം വിട്ടിറങ്ങി വരുന്നു എന്നുള്ളതിൻ്റെ അടയാളം. ഈ മകനാണ് കുരിശിൽ തൻ്റെ അമ്മയെ നമുക്കെല്ലാവർക്കും അമ്മയായിട്ട് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ അമ്മയുടെ മകനാണ്, മകളാണ് എന്ന പൂർണ്ണമായ ബോധ്യത്തോടെ ഈ അമ്മയെ ഒന്ന് വിളിച്ചാൽ ഉറപ്പ ഇന്നും ഈ അമ്മ സ്വർഗം വിട്ട് ഇറങ്ങി വരും. ലൂർദിൽ ഈ അമ്മ ഇറങ്ങി വന്നതുപോലെ നമ്മുടെ അനുദിന ജീവിതത്തിലും ഈ അമ്മ നമുക്ക് വേണ്ടി, നമ്മുടെ കണ്ണുനീർ തുടക്കാൻ വേണ്ടി ഇറങ്ങി വരും എന്നുള്ളത് സുനിശ്ചിതമായ കാര്യമാണ്. ആകയാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഈ അമ്മയുടെ മകനായി, മകളായി ജീവിക്കുക.